ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ല. എന്തോ ഉണ്ടാവുമല്ലോ, നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഹോംവർക്ക്? അല്ല, എക്സാമിന്റെ മുന്നേ ആയതുകൊണ്ട് ഒന്നും തന്നിണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പൊ വേർഡ് മീനിങ് കംപ്ലീറ്റ് ആയി, എന്റെ സ്റ്റോറിയും പറഞ്ഞു. ഇനി കവിത എടുക്കാനുള്ളൂ അല്ലേ? ഓക്കെ നെഹ്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മഹാഭാരത യുദ്ധത്തിനെ ബേസ് ചെയ്തിട്ട് മക്കള് കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പോ മഹാഭാരത യുദ്ധത്തില് നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ധർമ്മവീർ ഭാരതി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ടൂട്ടാപഹിയ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഈ ടൂട്ടാപഹിയയില് നമ്മൾ പറഞ്ഞു എല്ലാം ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്ന ടൂട്ടാപഹിയ അടക്കം പ്രതീകങ്ങളാണ്. ആ കഥയിനെ ബേസ് ചെയ്ത് പറയും. പക്ഷെ ശരിക്കും ഇതില് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ചും ചൂഷണത്തിനെ കുറിച്ചും നമ്മളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയൊക്കെ കുറിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു കവിത പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ പറയാ എങ്ങനെയാണ്, കഥയെ ബേസ് ചെയ്തിട്ടാണ് പറയാ കേട്ടോ. മഹാഭാരത യുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് നടക്കുന്ന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കഥ ഉണ്ടല്ലോ, ആ കഥയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ഈ കവിത പറയും. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ പ്രതീകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അത് പറയും. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 4 വരി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ എടുത്തിട്ട് അതിന്റെ പ്രതീകം എന്താണെന്ന് കൂടി നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. എല്ലാവരും ആ കവിത മനസ്സിലൊന്ന് വായിച്ചു നോക്കി. എല്ലാവരും കറക്റ്റ് വായിച്ചു നോക്കുക. എന്നതിന് ശേഷം ഞാൻ കവിത എടുക്കുള്ളൂ കേട്ടോ. ശരിക്കൊന്ന് വായിച്ചു നോക്കാം. അർത്ഥം മനസ്സിൽ വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ? വായിച്ചു കഴിഞ്ഞോ മക്കളെ?
മിൻഷ മെഹബൂബ്. ഒന്ന് മൈക്കോണാക്കി. മിൻഷ മെഹബൂബ്. മിൻഷ മെഹബൂബ്. മോളൊന്ന് മൈക്കോണാക്കി. വൃന്ദ ഒന്ന് മൈക്കോണാക്കി. ഹലോ ടീച്ചർ. ആ ഓക്കെ ഓക്കെ വൃന്ദ മോള് വെച്ചോട്ടോ. മിൻഷ ഓണാക്കി. മൈക്ക് ഓഫ് ചെയ്ത. മിൻഷ. ഹലോ മിൻഷ, കേക്കുന്നില്ലേ? മിൻഷ കേൾക്കുന്നുണ്ടോ ടീച്ചർ പറയുന്നത്? ഓക്കെ മിൻഷ കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യട്ടോ, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. വൃന്ദ ടീച്ചർ മോള് ഈ കവിത ഒന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാനൊന്ന് ശ്രമിച്ചു നോക്കിക്കേ, ഓരോ ലൈൻസ്. ടീച്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ കണക്ഷൻ കിട്ടുന്നില്ല. പിന്നെ അതല്ല, പിന്നെ ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടാണ് മീനിങ് എഴുതിയത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ടീച്ചർ വായിക്കണോ? മോൾക്ക് പറയാൻ കഴിയോ? അർത്ഥം പറയാൻ കഴിയാറില്ല ടീച്ചറെ, പക്ഷെ ഇത് വായിച്ചു തരാ. അതെ അർത്ഥ സഹിതം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാരല്ല, അടുത്ത പ്രാവശ്യം നോക്കട്ടോ. ഓക്കെ ടീച്ചർ. ഫിദ നൗറി. ഫിദ നൗറി ഒന്ന് മൈക്കോണാക്കി. ഹലോ ടീച്ചർ. മോളെ കേൾക്കുന്നുണ്ടോ? ഫിദ ഒന്ന് വായിച്ചേ ഈ കവിത. ഓക്കെ ഫിദ മൈക്ക് ഓഫ് ചെയ്. നിങ്ങള് കേക്കുന്നില്ല? കണക്ഷന് ചെറിയൊരു പ്രോബ്ലം ടീച്ചർ. ഒന്ന് മൈക്ക് ഓഫ് ചെയ്തോളാം, മൈക്ക് ഓഫ് ചെയ്തോളാം. നമ്മള് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക മാത്രം. ഇവരിതിപ്പം കറക്റ്റ് സത്യമായിരിക്കും, റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ പറയല്ല. നമ്മള് ക്ലാസ്സിൽ എന്തും ഒന്ന് പ്രസന്റ് ഒരു വേർഡ് മീനിങ് ഒക്കെ എഴുതിയിട്ട് ഒരു പാഠം, ഞാൻ ആദ്യം വേർഡ് മീനിങ് തന്നു, പിന്നെ ആ പാഠം വായിച്ചിട്ടൊന്ന് അർത്ഥം പറഞ്ഞു നോക്കുക എന്ന് പറയുമ്പോൾ സ്വയം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വിലയിരുത്താം, അതിനെ കൊണ്ട് കഴിയും അല്ലെ, വേർഡൊക്കെ വെച്ചിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നെറ്റിന്റെ പ്രോബ്ലം വന്നു. മറ്റേ വൃന്ദ കേട്ടിട്ട് കഴിഞ്ഞ ക്ലാസ്സിലില്ല, മറ്റേ കുട്ടീനെ നമുക്ക് കിട്ടുന്നുമില്ല, മനുഷ്യ എന്തോ പറയുന്നുണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ വായിച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ്. പിന്നെ ഇത് നമുക്കൊരു ധാരണ ഉണ്ട്, ഇത് നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞത് കുറെ കഥയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആ കഥയൊക്കെ പാടെ ബേസ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കിത് വായിച്ചാൽ കിട്ടും. മേം രഥ്ക ടൂട്ടാ ഹുവ പഹിയാ ഹും. മേം എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെ, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ് അല്ലെങ്കിൽ ആകുന്നു. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എന്തറിയാം എപ്പോഴാണോ, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അക്ഷൗഹിണി സേനാओं ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സേനയെ വെല്ലുവിളിച്ചുകൊണ്ട്. അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യുദ്ധത്തിന് നടത്തുന്ന ആ സൈന്യത്തിന് പറയുന്ന പേരാണ് അക്ഷൗഹിണി സേന എന്ന് പറയുന്നത്. ഈ അക്ഷൗഹിണി സൈന്യത്തിന് വെല്ലുവിളി നൽകിക്കൊണ്ട്, കൊയ് ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായ്, ഏതെങ്കിലും അതിസാഹസികനായിട്ടുള്ള അഭിമന്യു വന്ന് അകപ്പെട്ടാലോ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ രഥത്തിന്റെ, ഇതിപ്പോ എവിടെയാണ് സംഭവം, എവിടെയാ?
മഹാഭാരത യുദ്ധ സമയമാണ്, അതിലുള്ള ചക്രവ്യൂഹമാണ്. ചക്രവ്യൂഹം എന്ന് ഞാൻ പറഞ്ഞു ഒരു യുദ്ധതന്ത്രമാണ്. അതെന്താണ്, അതിലെ ഒരു പ്രത്യേക രീതിയിലാണ് എന്ത് ചെയ്യുക, പിന്നെ സൈന്യത്തിനെ അണിനിരത്തുക. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. ടീച്ചറുടെ കയ്യിൽ പിക്ക് ഉണ്ട്, പക്ഷെ അത് PDF ആക്കി മാറ്റിയിട്ടില്ല കേട്ടോ. ഞാനത് വേണമെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി അതിലേക്ക് എങ്ങനെയാണ് കയറുക, എങ്ങനെയാണ് ഇറങ്ങുക. ഞാനത് എടുത്ത് വെക്കണം എന്ന് കരുതിയിരുന്നു, മറന്നതാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഈ അക്ഷൗഹിണി സൈന്യത്തിന് വെല്ലുവിളി നൽകി. നമുക്കറിയാലോ അവിടേക്ക് അഭിമന്യു ആണ് പ്രവേശിച്ചത് അല്ലെ. ആ അഭിമന്യുവിന്റെയും ആ ടൂട്ടാപ്പഹിന്റെയും കാര്യം നമ്മളോട് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഈ പൊട്ടിയ ചക്രം തന്റെ ആത്മകഥ പറയുന്നത് പോലെയാണ് ഈ പാഠം പറയുന്നത് കേട്ടോ. അമ്മേ, ഞാൻ എന്ന് പറയുന്നത് ടൂട്ടാപ്പഹിയാണ് അല്ലെ. രഥ ടൂട്ടാ ഹുവ പഹിയാഹും, രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എന്തറിയാം എപ്പോഴാണോ, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അക്ഷൗഹിണി സേനാവോങ്കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സൈന്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട്, കൊയ് ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായ്, ഏതെങ്കിലും ദുസ്സാഹസിയായ അഭിമന്യു വന്ന് അകപ്പെട്ടാലോ. അതായത് എന്നെ പിന്നെ എന്തായിട്ട് കാണരുത്, പിന്നെ വേസ്റ്റ് ആണ്, ഒന്നിനും ഉപയോഗമില്ലാത്ത. അതായത് നമുക്കറിയാം അപ്പം ഇവിടെ പിന്നെ നമ്മളെ യുദ്ധക്കളം എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിൽ പൊട്ടിയ ആയുധങ്ങളുടേത്, ഈ മരത്തിന്റെ ചക്രങ്ങൾ, ആയുധം മീൻസ് ഈ മരം കത്തി പോകുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം കൂടി അവസാനം ഒരുമിച്ച് കൂട്ടി ആ ഒരു കത്തി നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് വരിക. അപ്പൊ ഈ പൊട്ടിയ ചക്രത്തിനൊക്കെ വേസ്റ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. ആ വേസ്റ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് കളയാണ് ചെയ്യുക. അപ്പൊ പൊട്ടിയ ചക്രം പറയാണ്, ഞാൻ പൊട്ടിയ ചക്രമാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കളയരുത്. എന്താണ്, എന്നെ ഞാൻ ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ചക്രവ്യൂഹത്തില് അഭിമന്യു വരും അല്ലെ. അഭിമന്യുവിനെ പോലെ അതിസാഹസികനായിട്ടുള്ള ആരെങ്കിലും വരും. അപ്പോ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്നെ വലിച്ചെറിയരുത് എന്ന് പറയാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പൊട്ടിയ ചക്രം തന്റെ കാര്യം നമ്മളോട് പറയാണ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഇതിൽ കണ്ടു അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു കണ്ടോ, ഈ ഒരു പിക്ക് നമ്മളെ ഈ ഒരു പാഠത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ നോക്കുക അല്ലെ. ഒരു കേട് വന്ന ഒരു ചെരുപ്പാണ്. ആ ചെരുപ്പിന്റെ മുകളിൽ ഒരു കോഴിക്കുട്ടിയുണ്ട് അല്ലെ. നമുക്കറിയാം പ്രളയോ കാര്യോ എന്തോ ആണ് അല്ലെ. നോക്കിയൊക്കെ വീടൊക്കെ മുക്കാൽ ഭാഗം മുങ്ങിയതുപോലെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എല്ലാവരും നിസ്സാരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ചെരുപ്പ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമുള്ളതാണ്. എന്നാൽ അതിന്റെ എവിടെങ്കിലും ഒരു കോണോ മൂലയോ പൊട്ടി നമ്മളത് അത്രയും കാലം ഉപയോഗിച്ച് നമ്മളത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞില്ല, ഒരു ആവശ്യമില്ലാത്തൊരു വസ്തുവായിട്ട് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ നിങ്ങൾ നോക്കി, ആ നിസ്സാരമായിട്ടുള്ള ഒരു വസ്തുവിന് ഒരു ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ സാധിച്ചു. കണ്ടോ, താണു പോകുന്നില്ല. അതുവരെ അതിനെ നോക്കിയ അമ്മയോ അല്ലെങ്കിൽ ആളുകളോ ആരും അതിന്റെ ജീവൻ രക്ഷിക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് എന്ത് മാത്രമല്ലോ ആ ഒരു ചെരുപ്പാണ് ആ ഒരു കോഴിയുടെ ജീവൻ രക്ഷിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ വലിപ്പ ചെറുപ്പമല്ല അല്ലെ, ഒന്നുമല്ല പ്രാധാന്യം. എന്താണ്, ഒന്നിന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒന്നും നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം അല്ല കേട്ടോ. അതേ ഒരു പോയിന്റ് ആണ്. അതായത് ഈ ഒരു പിക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു വസ്തുവും എന്തല്ല, ഒന്നിനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഒരു വേസ്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. പിന്നീട് ഒരിക്കൽ നമ്മൾ അത് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കുറെ വസ്തുക്കൾ അതിലുണ്ടാവാം. ചിലപ്പോൾ ഒന്നിന്റെ ആവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈശ്വര അന്ന് ഇതിവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും എന്തല്ല, നിസ്സാരമല്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു കവിത നമുക്ക്, ഈ ഒരു പിക്ക് നമുക്ക് തരുന്നത്. അതേ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഈ ഒരു
ടൂട്ടാപഹിയിലും പറയുന്നത് അല്ലെ? എന്താ ടൂട്ടാപഹി പറഞ്ഞത്? പൊട്ടിയൊരു ചക്രാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ നിസ്സാരമായിട്ട് കാണരുത്, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയും അരുത് എന്ന് പറഞ്ഞു. എങ്ങനെ? ടീച്ചർ പറയണ കേൾക്കണില്ല, അതെ, നമ്മുടെ റേഞ്ച് ഉണ്ടല്ലോ മക്കളെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, മിസ് നോക്കുന്നുണ്ട്, റേഞ്ചിന് പ്രശ്നമുണ്ട്. അത് അപ്പൊ ഞാൻ മിസ് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്തേ പറഞ്ഞപ്പോ? അതെ, മെയിൻ വിഷയം എന്താന്ന് വെച്ചാല് മിസ് സാധാരണ ക്ലാസ് എടുക്കുന്നിടത്തിലല്ല ഉള്ളത്. മിസ്സിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവിടുന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ചെറിയ റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇപ്പൊ വാർപ്പിന്റെ മുകളിലാണുള്ളത്, കിട്ടണ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ വന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഓടേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്ന് കേൾക്കുന്നില്ലെങ്കിൽ പറയാൻ കേട്ടോ. അപ്പൊ നെറ്റ് ഓക്കെ ആണ്, ക്ലിയർ ആണ് കേട്ടോ. നോക്കാം. അപ്പൊ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാൻസ. ഇനി അടുത്തത് പറയാണ്. ഇപ്പം ടൂട്ടാപഹിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തത്, അപ്പിനെ പക്ഷിക്കോ അസത്യ ജാൻതേ ഹുയേ ഭി, തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി. ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരാജാക്കന്മാർ. ഇവിടെ പറയുന്നത് കൗരവന്മാരെയാണ് പറയുന്നത് കേട്ടോ. വലിയ വലിയ മഹാരാജാക്കന്മാർ എന്ന് പറയുന്നത് അഭിമന്യുവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആരെയാണ്? കൗരവന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് അറിയാം തങ്ങൾ ചെയ്യുന്ന ഭാഗം അസത്യമാണ് എന്ന് അവർക്ക് അറിയാം. അതാണ് പറയുന്നത്, തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി. തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് അറിയാം, എന്നിട്ട് കൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരാജാക്കന്മാർ. അക്കേലി നിഹത്തി ആവാസ് കോ, ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന ശബ്ദത്തെ. ശബ്ദം എന്നിവിടെ സൂചിപ്പിക്കുന്നത് അഭിമന്യുവാണ്. വെറും ഒരു ശബ്ദമായി മാത്രം, അതായത് ഒറ്റയ്ക്കാണ്, അവിടെ വേറെ ആരുമില്ല യുദ്ധം ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് ഒറ്റയ്ക്ക് മീൻസ്? അദ്ദേഹത്തിന്റെ സൈഡ് അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ കയ്യിലൊന്നുമില്ല, നിരായുധനാണ്, വെറും ശബ്ദം മാത്രമായിട്ട്. അഭിമന്യുവിനെയാണ് അവിടെ ആ ശബ്ദം എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. അപ്പം ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനെ അപ്പനെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹി, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആര്? കൗരവ സൈന്യങ്ങള്. തബ് മേ, അപ്പോൾ ഞാൻ. രജ്കാ ടൂട്ടാ ഹുവാ പഹിയ, അപ്പൊ ആരാണ് പറയുന്നത്? ഞാൻ. അഭിമാനത്തോടു കൂടി പറയാണ്, ഈ രഥത്തിന്റെ പൊട്ടിയ ചക്രം. ഉസ്കെ ഹാത്തോ മേ ബ്രഹ്മാസ്ത്രം സേ ലോഹാ ലേ സക്താ ഹൂ, അവന്റെ കൈകളിൽ നിന്ന് ബ്രഹ്മാസ്ത്രത്തോട് നേരിടാൻ എനിക്ക് കഴിയുന്നു. മനസ്സിലായില്ലേ? ആ ഒരു സമയത്ത് ആരുമില്ലാതെ, ഒരായുധം പോലും കയ്യിലില്ലാതെ, തനിക്ക് നേരെ വരുന്ന ആയുധങ്ങളെ ഒന്ന് തടഞ്ഞു നിർത്താൻ പോലും ഒരു മാർഗമില്ലാതെ ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന അഭിമന്യുവിന് സഹായമായിട്ട് അവന്റെ കൈകളിൽ ആരുണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. അവന്റെ നേരെ വരുന്ന ആയുധങ്ങളെ ഞാൻ ഏറ്റുവാങ്ങിയിരുന്നു എന്ന് വളരെ അഭിമാനത്തോടു കൂടി അവന്റെ കൈകളിൽ നിന്നുകൊണ്ട് ഞാൻ എന്തായിരുന്നു? ബ്രഹ്മാസ്ത്രത്തോട് നേരിട്ടു എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാണ്. ഈശ്വര, തീരെ കേൾക്കുന്നില്ല മക്കളെ. എന്താണ് അപ്പൊ കവിത ക്ലിയർ ആവൂലേ നിങ്ങൾക്ക്? ഒന്നുകൂടി പറയാം മിസ് കേട്ടോ. അപ്പനെ പക്ഷിക്കോ അസത്യ ജാൻതേ ഹുയേ ഭി, തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി. ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരാജാക്കന്മാർ. അക്കേലി നിഹത്തി ആവാസ് കോ, ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനെ. അപ്പനെ ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹി, തങ്ങളുടെ
ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്ത് ചെയ്യാൻ സർവനാശം വരുത്താൻ ആഗ്രഹിക്കുന്നു. തബ് മേ, അപ്പോൾ ഞാൻ, രഥ ടൂട്ടാ ഹുവാ പഹിയ, ഞാൻ ആകുന്ന പൊട്ടിയ രഥത്തിന്റെ ചക്രം. ഉസ്കെ ഹാത്തോമേ ബ്രഹ്മാസ്ത്രം സേ ലോഹ ലേ സക്താ ഹും, അവന്റെ കൈകളിൽ നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തോട് ധീരമായിട്ട് പോരാടുന്നു. അതാണ് മനസ്സിലായി. ഇതൊക്കെ ഇത്രയും നമ്മൾ പറഞ്ഞ നമ്മൾ ആ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ, താഴെ മേം രഥ ടൂട്ടാ ഹുവാ പഹിയാഹും, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുझे ഫേങ്കോ മത്, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസോം കി സാമൂഹിക ഗതി, ഇതിഹാസോം കി സാമൂഹിക ഗതി എന്ന് പറഞ്ഞാല് ചരിത്രത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ. എന്താണ് ചരിത്രത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയാൻ കാരണം? ചരിത്രത്തിലെ എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, അതാണ് ചരിത്രത്തിലെ എന്ന് പറയാൻ കാരണം കേട്ടോ. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ സമൂഹത്തിന്റെ അവസ്ഥ, ഓരോ കാലഘട്ടത്തിലുമുള്ള സമൂഹത്തിന്റെ അവസ്ഥ സഹസ ജൂട്ടി പട് ജാനെ പർ, പെട്ടെന്ന് കളവായിട്ട് തീരുകയാണെങ്കിൽ അല്ലെങ്കിൽ അസത്യത്തിന്റെ മാർഗത്തിലൂടെ ആവുകയാണെങ്കിൽ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടമൊക്കെയാണ് അതിൽ പറയുന്നത് അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ സമൂഹത്തില് സത്യം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സത്യം ഉണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റും. ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് എന്തുമാത്രമേ അസത്യം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചരിത്രത്തിൽ സമൂഹത്തിന്റെ അവസ്ഥ പെട്ടെന്ന് അസത്യമായിട്ട് തീരുകയാണെങ്കിൽ, ക്യാ ജാനെ, എന്താ അറിയാം, സച്ചായി ടൂട്ടേ ഹുയേ പഹിയോം കാ ആശ്രയിലെ, സത്യസന്ധത എന്നെ പോലെയുള്ള പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിച്ചാലോ, സത്യസന്ധത എന്നെ പോലെയുള്ള പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത് കേട്ടോ. അവസാനത്തെ 4 വരി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള വരികളാണ്. ബാക്കിയൊക്കെ നമ്മൾ ആ സ്റ്റോറിന്റെ ലെവലിൽ പോയി അവസാനത്തെ 4 വരി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതൊക്കെ മക്കള് കേട്ടോ? കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പുള്ള ആ ഒരു റേഞ്ചില് മാം ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് പറയാണ് കേട്ടോ. ഒറ്റവട്ടം ലൈൻ ബൈ ലൈൻ ആയിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറയാണ്. മക്കൾ ശരിക്കും ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. 2 or 3 ആൾക്കാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കേട്ടോ. അതെന്നാ അപ്പൊ ഒന്നുകൂടി നമുക്ക് ഓക്കെ ആക്കാം. എന്റെ റേഞ്ചിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കേൾക്കാലോ. ഒന്നുകൂടി മിസ് പറയാൻ ശ്രദ്ധിക്കുക. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാവും. ഹിന്ദി പറയണോ? ഹിന്ദി പറഞ്ഞിട്ട് പറയാം അല്ലെ. മേം, ഞാൻ രഥ ടൂട്ടാ ഹുവാ പഹിയാഹും, രഥത്തിന്റെ പൊട്ടിയ ചക്രം ആകുന്നു. ലേക്കിൻ മുझे ഫേങ്കോ മത്, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എന്തറിയാം എപ്പോഴാണോ, ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സൈന്യത്തിന് വെല്ലുവിളി നൽകിക്കൊണ്ട്, കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായ്, ഏതെങ്കിലും ദുസ്സാഹസിയായ അഭിമന്യു വന്ന് അകപ്പെട്ടാലോ. അപ്പിനെ പക്ഷിക്കോ അസത്യ ജാൻതേ ഹുയേ ഭി, തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിയാമായിരുന്നിട്ട് കൂടി, ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരാജാക്കന്മാർ, അക്കേലി നിഹത്തി ആവാസ് തോ, ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന ശബ്ദത്തെ അല്ലെങ്കിൽ അഭിമന്യുവിനെ, അപ്പനെ ബ്രഹ്മാസ്ത്രം സേ കുചൽ ദേന ചാഹി, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു. തബ് മേ, അപ്പോൾ ഞാൻ, രഥ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രം. ഷാഹുൽ ഹലോ ടീച്ചറെ
ഇടക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. തന്നെ ആ ഓക്കെ, മക്കള് പറയുമ്പോ റെഡിയാക്കുക കേട്ടോ. അപ്പോ അക്കേലി നിഹസി ആവാസ് കോ, ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന ശബ്ദത്തെ. അപ്പിനെ ബ്രഹ്മാസ്ത്രം സെ കുചൽ ദേന ചാഹി, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു. തബ് മേൻ, അപ്പോൾ ഞാൻ. രഥ കാ ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രം. उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ, അവന്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രത്തോട് ശക്തമായി നേരിടുന്നു. मैं रथ का टूटा हुआ पहिया हूँ, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു. लेकिन मुझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസോं की സാമൂഹിക ഗതി, ചരിത്രത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ. സഹസ ജൂട്ടി പട് ജാനെ पर, പെട്ടെന്ന് കളവായി തീരുകയാണെങ്കിൽ. ക്യാ ജാനെ, എന്തറിയാം. സച്ചായി ടൂട്ടേ ഹുയേ पहियों का ആശ്രയ, സത്യസന്ധത പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിച്ചാലോ എന്നാണ് കവി. ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് നമുക്ക് ഇതിന്റെ എന്താണ് പ്രതീകം എന്നുള്ളത് പറയണം. ഓക്കെ, വായിച്ചോ. വായിച്ചു കഴിഞ്ഞു പ്ലാൻ? കഴിഞ്ഞു ടീച്ചർ. ഹലോ, കഴിഞ്ഞോ? ഓക്കെ, വായിച്ചു കഴിഞ്ഞവരൊക്കെ ജിനാൻ മൈക്ക് ഓഫ് കേട്ടോ.
ഓക്കെ മക്കളെ, കുറച്ച് ആൾക്കാരും കൂടി വായിക്കാനുണ്ടോ? ചിലപ്പോൾ അവർ കേൾക്കാത്തതിന്റെ പ്രശ്നമായിരിക്കാം. മക്കളെ ഇതെല്ലാം കൈ താഴ്ത്തിക്കണം. ഫാത്തിമ റിഫ, അഞ്ജലി, അഹമ്മദ്, യാസീൻ കൈ താഴ്ത്തിക്കണം. അഞ്ജലി, അഹമ്മദ്, യാസീൻ മക്കളെ കൈ താഴ്ത്തിയേ. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ ഇത്രയും കവിത പറഞ്ഞു. ഇനി ഈ കവിതയുടെ ഓരോന്നും എന്തിൻ്റെയൊക്കെ പ്രതീകങ്ങളാണെന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ നമുക്കറിയാം, നമ്മൾ ആ മഹാഭാരത യുദ്ധം എടുക്കാം. ആ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക, മനസ്സിൽ വയ്ക്കുക. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോ തോട്ടാപ്പഹിയുണ്ട്, അഭിമന്യുണ്ട്, അക്ഷൗഹിണി സൈന്യുണ്ട്, മഹാരഥി ഉണ്ട്, ചക്രവ്യൂഹുണ്ട് അല്ലെ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പ്രതീകങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് ഈ നോട്ട് തരുമ്പോൾ അതിലുണ്ട് കേട്ടോ, ഈ നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ മിസ് പറയുന്നത് മാത്രം കേട്ടാൽ മതി. ആ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നും എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് എന്നുള്ളത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ മിസ് പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാം. തോട്ടാപ്പഹിയ എന്ന് പറയുന്നത് നിസ്സാരരായിട്ടുള്ള ആളുകളുടെ പ്രതീകമാണ്. കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മളോട് ഈ ഒരു പാഠത്തിൽ തന്നെ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഒരു വസ്തുവിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല അല്ലെ. ഒരു ആളുകളെയും നമ്മൾ ഒരാളെയും നമ്മൾ എന്തായിട്ട് കാണരുത്, നിസ്സാരരായിട്ട് കാണരുത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ അവര് പറയണൊന്നും മൈൻഡ് ചെയ്യണ്ട അല്ലെ, അവര് അല്ലാത്ത ആൾക്കാരെ, കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് മാത്രം എടുത്താൽ മതി, വിലക്കെടുത്താൽ മതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ. പക്ഷെ ചിലപ്പോ ആ വിദ്യാഭ്യാസമുള്ള ആളുകളെക്കാട്ടിലും ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക നമ്മൾ നിസ്സാരരായിട്ട് കാണുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും. അവർക്ക് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവും നിസ്സാരമല്ല അല്ലെ. അങ്ങനെ ഒരു നിസ്സാരമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ നിസ്സാരരായിട്ടുള്ള ആളുകളുടെ പ്രതീകമാണ് ആരെന്ന് പറയുന്നത്, തോട്ടാപ്പഹിയ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ലഘു മാനവ് എന്നാണെന്ന് പറയാം. അതൊന്ന് നിങ്ങൾ എഴുതണ്ട, ഓർത്താൻ മാത്രം മതി. അതൊക്കെ തരുന്ന നോട്ടിൽ ഉണ്ടാവും കേട്ടോ. ലഘുമാനവ് എന്നാണ് എന്തിന്റെ പ്രതീകം, തോട്ടാപ്പഹിയയുടെ പ്രതീകം. ഒക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് കൂടി മിസ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ മരിച്ചുപോയ അതായത് മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകം. നമ്മുടെ മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. ഇല്ല ടീച്ചറെ, കേൾക്കണില്ല. ഹലോ, കേൾക്കണില്ല ടീച്ചറെ. അതൊരു കോള് വന്നതാണ്. അല്ല ടീച്ചർ പറയുമ്പോ സ്റ്റക്ക് ആവുന്നുണ്ട്, ഇപ്പോഴൊക്കെ സ്റ്റക്ക് ആവുന്നുണ്ട്. ഞാൻ പറയാം, നോക്കി കേട്ടോ. ഹലോ, ഇപ്പൊ മിസ് പറയുമ്പോഴും സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണില്ല. എന്താന്ന് പറയാ, നല്ല പെരും മഴയാണ്. അവിടേക്കൊക്കെ മഴ ഉണ്ടോ മക്കളെ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് ടീച്ചർ. ഹലോ ടീച്ചർ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ മക്കളെ, ഹലോ, മഴ ഉണ്ടോ മക്കളെ അങ്ങോട്ടൊക്കെ? ഉണ്ട് ടീച്ചർ. ഉണ്ട്.
ഇവിടെ നല്ല അടിപൊളി മഴയാ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ടീച്ചർ. ഓക്കെ. അപ്പൊ ഒന്നും കൂടി മിസ് പറയാ, ഇതുവരെ പറഞ്ഞ പ്രതീകങ്ങൾ ഒന്നും കൂടി പറയാ കേട്ടോ. ടൂട്ടാപഹിയ എന്ന് പറയുന്നത് സാധാരണ നിസ്സാരരായിട്ട് നമ്മൾ കാണുന്ന ആളുകളുടെ പ്രതീകമാണ്. അതിന് നമ്മൾ പറയല് ലഘുമാനവ് എന്നാണ് കേട്ടോ. അത് മിസ് എഴുതണ്ടെന്ന് പറയാൻ കാരണം ഞാൻ തരുന്ന നോട്ടിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ 2 വട്ടം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ടൂട്ടാപഹിയ എന്ന് പറഞ്ഞത് നിസ്സാരരായിട്ടുള്ള ആളുകളുടെ പ്രതീകമാണ്. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാതെ വിടുന്ന കുറച്ച് നിസ്സാരരായിട്ടുള്ള ആളുകളുണ്ട്, അവരുടെ പ്രതീകമാണ് ടൂട്ടാപഹിയ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് പിന്നെ ഈ മാനുഷിക മൂല്യങ്ങളുടെ, അതായത് മാനുഷിക മൂല്യങ്ങളുടെ ഒരു പ്രതീകമാണ് ടൂട്ടാപഹിയ. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ടൂട്ടാപഹിയ എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ 2 എണ്ണാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് ലഘുമാനവ്, 2 മാനുഷിക മൂല്യം കേട്ടോ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കുന്നത്. അത് എഴുതണ്ട കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത് ചക്രവ്യൂഹമാണ്. ചക്രവ്യൂഹം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതാണ് ചക്രവ്യൂഹം അല്ലേ. ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങള്, ഇതൊക്കെയാണ് ചക്രവ്യൂഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാലും മഹാരഥി എന്നൊക്കെ പറഞ്ഞാലും എന്താ പറയാ, നമ്മളോട് അധർമ്മം കാണിക്കുന്ന ആളുകളാണ്. അധർമ്മം കാണിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഭരണകർത്താക്കളാണ് ഇപ്പം മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ മന്ത്രിമാരും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് ഇങ്ങനെയുള്ള അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളോട് നെഗറ്റീവായിട്ട് പെരുമാറുന്ന ആരുണ്ടെങ്കിലും, നമ്മളോട് അസത്യത്തിലൂടെ പെരുമാറുന്ന ആരുണ്ടെങ്കിലും അവരെയാണ് നമ്മൾ പിന്നെ എന്ത് പറയുന്നത്, ഒന്നുകിൽ മഹാരഥികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് മഹാരഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണകർത്താക്കളായിട്ട് നമുക്ക് എടുക്കാം. മനസ്സിലായില്ലേ? മഹാരഥികൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണകർത്താക്കള്, അങ്ങനെ നമ്മളെ പ്രധാനമന്ത്രിയും പിന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നമ്മളെ ഭരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അല്ലേ, അവരെയാണ് നമ്മൾ എന്താക്കിയെടുക്കുന്നത്, മഹാരഥികൾ എന്നുള്ള കണക്കിൽ പെടുത്തുന്നത്. പിന്നെ അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാല് അവരുടെ നിയമങ്ങൾ പാലിച്ചിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അല്ലെ. പോലീസുകാര്, പട്ടാളം, ആന, സേന എന്നും പറഞ്ഞുകൊണ്ട് അല്ലെ അവരുടെ സബ്ബായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഇവിടെ ആരായിട്ട് പറയുന്നത്, അക്ഷൗഹിണി സൈന്യമായിട്ട് സങ്കല്പിക്കുന്നത് അല്ലെ. രാജാവ് പറയുന്നതല്ലേ അക്ഷൗഹിണി സൈന്യങ്ങൾ ചെയ്യാം അല്ലെ, അവരെ വധിക്കണം എന്ന് പറഞ്ഞാൽ അവരെ വധിക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ സബ്ബായിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഓക്കെ. പിന്നെ അഭിമന്യു എന്ന് പറയുന്നത് ഇവിടെ നമ്മളാണ്. അഭിമന്യു എന്ന് പറയുന്നത് നമ്മളാണ്. സാധാരണ ജനങ്ങളുടെ പ്രതീകമാണ് അഭിമന്യു എന്ന് പറയുന്നത്. ഓക്കെ. അഭിമന്യു സാധാരണ ജനങ്ങളുടെ പ്രതീകമാണ്, ന്യായത്തിന്റെ പ്രതീകമാണ്, സത്യത്തിന്റെ പ്രതീകമാണ്, ധർമ്മത്തിന്റെ പ്രതീകമാണ്. ഒക്കെ നല്ലത് മാത്രമേ അഭിമന്യുവിനുള്ളൂ. മനസ്സിലായോ? ഇനി പിന്നെ മഹാരഥികളാണെങ്കിലോ അവര് എന്തിന്റെ പ്രതീകമാണ്, നമ്മുടെ ഭരണകർത്താക്കളുടെ പ്രതീകമാണ്, അതുപോലെ അസത്യത്തിന്റെ പ്രതീകമാണ്, ക്രൂരതയുടെ പ്രതീകമാണ്, അധർമ്മത്തിന്റെ പ്രതീകമാണ്, അന്യായത്തിന്റെ. നെഗറ്റീവ് സൈഡ് മുഴുവൻ ആരുടേതാണ്, കൗരവന്മാരുടേതാണ്. പോസിറ്റീവ് സൈഡ് മുഴുവൻ നമ്മുടെ അഭിമന്യുവിൻ്റെതാണ്. ഓക്കെ. ഓക്കെ ടീച്ചർ. ഓക്കെ ടീച്ചർ. ഓക്കെ, കേട്ടല്ലോ? അപ്പൊ ഇനി നമുക്ക് ആരതാ ഉള്ളത്, കഴിഞ്ഞില്ലേ? ഇത്രയും പ്രതീകങ്ങളാണ് ബ്രഹ്മാസ്ത്രം. അടുത്തത് ബ്രഹ്മാസ്ത്രമാണ്. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നേരെ അവര് പ്രയോഗിക്കുന്ന, അതായത് ഭരണകർത്താക്കളായാലും ആരായാലും നമ്മളെ മേലെ പ്രയോഗിക്കുന്ന ഒരു ശക്തി ഉണ്ട്. നമ്മൾ അതേ ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നേരെ തരുന്നൊരു എന്താണ്, ഒരു സമ്മർദ്ദം ഉണ്ട് അല്ലെ. ആ ശക്തിയാണ് നമ്മൾ ബ്രഹ്മാസ്ത്രം എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്.
മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഒന്നുകൂടി പറയാം. ടൂട്ടാപഹിയ എന്ന് പറഞ്ഞാല് നമ്മുടെ നിസ്സാരരായിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ എന്താ പറയാ മറ്റേ മാനുഷിക മൂല്യങ്ങളുടെയും പ്രതീകമാണ്. പിന്നെ ചക്രവ്യൂഹം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ പ്രതീകമാണ്. അക്ഷൗഹിണി സൈന്യം അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അഭിമന്യു എന്ന് പറഞ്ഞാൽ നമ്മളുടെ സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, ന്യായത്തിന്റെ ഒക്കെ പ്രതീകമാണ്. മഹാരഥികൾ എന്ന് പറഞ്ഞാൽ അസത്യത്തിന്റെ, അധർമ്മത്തിന്റെ, അന്യായത്തിന്റെ, അതുപോലെ തന്നെ പിന്നെ കൗരവന്മാരുടെ ഒക്കെ പ്രതീകമാണ് ആര്? മഹാരഥികൾ എന്ന് പറയുന്നത്. ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ ആജ്ഞകൾ പാലിച്ച് നമ്മളോട് പിന്നെ നമ്മളെ പ്രശ്നത്തിലാക്കുന്ന ആളുകളാണ് അക്ഷൗഹിണി സൈന്യം എന്ന് പറയുന്നത്. പിന്നെ ഹലോ നിഹാന എന്താ പറയുന്നേ? കേൾക്കുന്നില്ല. അതാ ഇപ്പൊ എന്താ കേൾക്കാത്തെ? കേൾക്കുന്നുണ്ട് ടീച്ചർ. ഇപ്പൊ കേൾക്കാത്ത മക്കളെ പ്രശ്നം കൊണ്ടാ മിസ്സൊക്കെ. ടീച്ചർ ഇവിടെ റേഞ്ചിലേക്കാണ്. അതാണ് കറക്റ്റ് സ്ഥലം ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അവര് നമ്മളെ മേലെ പ്രയോഗിക്കുന്ന ഒരു വൻ ശക്തിയുണ്ട്. ആ ശക്തിയുടെ പ്രതീകമാണ് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഇത് മിസ് ഒന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം. അതായത് ഇവിടെ നമ്മൾ കാണിക്കുന്നത് സത്യമാകുന്ന അല്ലെങ്കിൽ സത്യത്തിന്റെ പ്രതീകമായ അഭിമന്യുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അസത്യത്തിന്റെ മാർഗത്തിലുള്ള കൗരവന്മാര് തങ്ങളുടെ സബ്ബായിട്ടുള്ള അക്ഷൗഹിണി സൈന്യത്തിനെ വെച്ചുകൊണ്ട് ചക്രവ്യൂഹത്തിൽ വെച്ച് ചക്രവ്യൂഹത്തിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാണ്? ഈ വൻ ശക്തിയായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തിനെ കൊണ്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ സത്യമാകുന്ന അഭിമന്യുവിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ടൂട്ടാപഹിയ എന്ന് പറഞ്ഞ സത്യത്തിനെ നിലനിർത്തുന്ന ഒരു നിസ്സാരമായിട്ടുള്ള വസ്തു അതിന് അല്ലെങ്കിൽ അഭിമന്യുവിന് സഹായമായിട്ട് തീരുകയാണ്. മനസ്സിലായോ? അതാണ് നമ്മളുടെ കവിത. അതായത് പിന്നെ ക്രൂരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അന്യായം ചെയ്യുന്ന പിന്നെ കൗരവര് സത്യത്തിന്റെ പ്രതീകമായ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് നശിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സത്യത്തിനെ നിലനിർത്താൻ വേണ്ടി ടൂട്ടാപഹിയ തന്റെ ആവുന്ന ശ്രമങ്ങൾ നടത്തുകയാണ്. അതാണ് നമ്മുടെ കവിത എന്ന് പറയുന്നത്. ഇപ്പൊ ഓക്കെ ആയോ എന്തിന്റെയൊക്കെ പ്രതീകങ്ങളാണ് എന്ന്? ഓക്കെ ടീച്ചർ. മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മളുടെ ഈ കവിത ഓർത്തു വെക്കുന്നത് കേട്ടോ. ഇപ്പൊ അവസാനത്തെ 4 വരികളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിഹാസവും കി സാമൂഹിക ഗതി, ചരിത്രത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ, സഹസ ജൂട്ടി പട് ജാനെ പർ, പെട്ടെന്ന് കളവായിട്ട് തീരുകയാണെങ്കിൽ. മനസ്സിലായോ? അതായത് സമൂഹത്തിന്റെ പോക്ക് അസത്യമായിട്ട് തീരുകയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടം പോലെയൊക്കെ നമ്മുടെ എന്നോ എഴുതിയിട്ടുള്ളൊരു കവിത ഞങ്ങൾ ആലോചിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ? അപ്പൊ സംഭവത്തിന്റെ അവസ്ഥ ഇങ്ങനൊരു പോക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് പെട്ടെന്ന് എന്തറിയാം? ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ ഒരു നിസ്സാരനായിട്ടുള്ള ആളായിരിക്കും ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാലോ മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി യുവാവിനെ അല്ലെ, നിങ്ങൾക്കറിയില്ലേ? ഒരു മണ്ണ് കട്ടു എന്നുള്ള ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യാ ചെയ്തത്? കെട്ടി വെച്ചിട്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് അല്ലെ? ആ ഒരു സമയത്ത് അവര് ആ ഒരു മധുവിനോട് പിന്നെ സ്നേഹം കാണിച്ചുകൊണ്ട് കുറഞ്ഞ ആളുകൾ മാനുഷിക മൂല്യങ്ങളുള്ള കുറച്ച് ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയാവുക ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ്, അതായത് അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു സത്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്.
അല്ലെ? അവരുടെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ തൂട്ട പഹിയ എന്ന് പറയുന്നത്. അല്ലെ? ഇനിയിപ്പോ ഒരാളെ അങ്ങനെ അക്രമം ചെയ്യുകയാണെങ്കിൽ, സ്ത്രീകളോട് അക്രമം കാണിക്കുകയാണെങ്കിൽ, കുട്ടികളോട് അക്രമം കാണിക്കുകയാണെങ്കിൽ, അതിനൊക്കെ നേരെ തങ്ങളുടെ ആരും അല്ല അവർ, എന്നാൽ പോലും അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിസ് പറയാം. ഇപ്പൊ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സിറാജ് എന്ന് പറഞ്ഞൊരു യുവാവ്, അല്ലെ? സിറാജ് എന്ന് പറഞ്ഞ ഒരു യുവാവ് പിന്നെ കൊല ചെയ്യപ്പെട്ടിരുന്നു. ആ കൊല ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത് പിന്നെ ഗുണ്ടാവിളയാട്ടം എന്നാണ് നമ്മൾ അതിന് പറഞ്ഞിരുന്നത്. അതായത് ആ ഒരു ഏരിയയില് നല്ല ഗുണ്ടാവിളയാട്ടം ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. തമ്മിൽ വെട്ടി അതല്ല കേട്ടോ. അപ്പോൾ ഒരു ഗുണ്ടാവിളയാട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആയിക്കൂടെ ആൾക്കാർക്ക് പോവാനും വരാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ സിറാജ് എന്ന് പറയുന്ന യുവാവ് ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും ഒക്കെ ഇത് പറഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇല്ലാതാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദിവസം അപ്പൊ ഇതൊന്നും ആ ഗുണ്ടകൾക്ക് പറ്റിയതല്ല. അവരുടെ അന്യായം, അസത്യം ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ്, അല്ലേ? അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സത്യം പ്രവർത്തിച്ചതാണ്. അവിടെ സത്യം എന്ന് പറയുന്നത് ആരാണ്? സിറാജാണ്. അയാള് പ്രവർത്തിച്ചു. എന്ത് ചെയ്തു? ഒരു ദിവസം സുഹൃത്തും സിറാജും വരുന്ന, സിറാജ് തന്നെയാണ് തോന്നുന്നത്, സാജിറോ സിറാജ് അങ്ങനെ എന്തോ ആണ് പേര്. അപ്പൊ ഇവര് രാത്രിയിൽ വരുന്ന സമയത്ത് അയാളെ വെട്ടിക്കൊല ചെയ്യാണ് ചെയ്തത്, വെട്ടിക്കൊല്ലാണ് ചെയ്തത്. അപ്പോ സുഹൃത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ആ കൊല്ലാൻ വരുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. എന്നെ കൊല്ലരുത്, എനിക്ക് 2 പെൺകുട്ടികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആ ഒരു വാക്കുകൾ ഇപ്പൊ ചെവിയിൽ നിന്ന് കിടന്ന് അലക്കിയാണെന്ന് പറയാണ്. അതിന്റെ ഒരു ഈ ഒരു കവിത എടുക്കുമ്പോൾ ആ ഒരു എക്സാമ്പിൾ തന്നെ അധികമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതായത് സത്യത്തിനെ നിലനിർത്താൻ വേണ്ടി സിറാജ് ശ്രമിച്ചു, പക്ഷെ സിറാജ് ശ്രമിച്ചു. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൗരവന്മാരായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങൾ, അതായത് പേര് നമ്മൾ ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ, അവര് വന്ന് ആ സത്യത്തിനെ ഇല്ലാതെയാക്കി. മനസ്സിലായോ? അപ്പൊ അതിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച കുറെ കേൾക്കുന്നില്ല ടീച്ചർ. ആൾക്കാര് മോശമായിട്ട് പ്രവർത്തിച്ചില്ലേ? നല്ലത് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനെ എന്താ പറയാ, ആ ഒരു നല്ല കാര്യം ലോകത്തിലേക്ക് പ്രചരിപ്പിക്കാനാണ് ആര് ശ്രമിച്ചത്? സിറാജ് ശ്രമിച്ചത്. പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ ഒരു വിഭാഗം ആൾക്കാരും ശ്രമിച്ചു. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. അപ്പൊ മക്കള് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഒരു 2 ദിവസത്തിനുള്ളിൽ മിസ് ഇതിന്റെ PDF അയക്കും, നോട്ടിന്റെ. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. വളരെ കുറവേ ഉണ്ടാവുള്ളൂ, എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. ഇനി ഒരു 2-3 ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യും? 2-3 ആൾക്കാരെ കൊണ്ട് ഇതൊന്ന് പറയിപ്പിക്കും. ഇനി ആരാ റെഡി ആവാം? ഒന്ന് കൈ ഉയർത്തിയ, ജസ്റ്റ് നമുക്കും പഠിക്കാനും ബാക്കിയുള്ളവർക്ക് കേൾക്കാനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ആ സമയത്ത് റേഞ്ചിന്റെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് ഒന്നും കൂടി കേൾക്കാനും വേണ്ടിയിട്ടാണ് മിസ് സപ്പോർട്ട് ചെയ്യും. ഏത് മക്കളൊക്കെയാണെന്ന് പറയാം. ഒരു 3 ആള് മതി, അല്ലെ 2 ആള് മതി. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും കൈ ഉയർത്തിയ. വൃന്ദ, വെരി ഗുഡ്. ഇനി ഒരു ആൺകുട്ടി കൈ ഉയർത്തിയ. ടീച്ചറാ, ഹലോ. ഓ, അഹമ്മദ് യാസീൻ. അതല്ല, എങ്ങനെയാണ് അർത്ഥം മാത്രം പറഞ്ഞാൽ മതിയോ? വായിച്ചർത്ഥം ഒരു വരി വായിക്കാൻ അതിന്റെ അർത്ഥം പറയാം. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടോ? നോ പ്രോബ്ലം, മിസ് സഹായിക്കും കേട്ടോ. ഓക്കെ, യാസീൻ. വിഭ, ആദ്യം വൃന്ദ പറഞ്ഞോളൂ. हेलो टीचर। പറഞ്ഞോളൂ. मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ ഒരു രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, ആർക്കറിയാം എപ്പോഴാണോ. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേം, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സൈന്യവും കോ ചുനൗത്തി ദേത്താ ഹുവ, ഈ അക്ഷൗഹിണി സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്
कोई दुस्साहसी अभिमन्यु आगर गिर जाए. ദുസ്സാഹസിയായ അഭിമന്യു എപ്പോഴാണോ വന്ന് അകപ്പെടുന്നത്, അപ്പനെ പക്ഷിക്കോ അസത്യ ജാന്യ ഹുയി ബി, തങ്ങളുടെ ഭാഗത്ത് അസത്യമാണെന്ന് അറിഞ്ഞിട്ടും ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരാജാക്കന്മാർ, അഗേലി നെത്തി ആവാസ് കോ, ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനെ അപ്പനെ ബ്രഹ്മാസ്ത്രം സെ കുജൽ ദേത്താ ഹുയി, തങ്ങളുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു. തബുമേം, അപ്പോൾ ഞാൻ, രഥക ടൂട്ടാ ഹുവാ പഹിയ, രഥത്തിന്റെ പൊട്ടിയ ചക്രമായ ഞാൻ, ഉസ്കെ ഹാത്തുമേം, അവന്റെ കൈകളിലെ ബ്രഹ്മാസ്ത്രം സെ ലോഹാലെ സക്താഹും, ബ്രഹ്മാസ്ത്രത്തോട് നേരിടുകയായിരുന്നു. മേം രഥക ടൂട്ടാ ഹുവാ പഹിയാഹും, ഞാനൊരു രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസോം കെ സാമൂഹിക ഗതി, ചരിത്രത്തിന്റെ സാമൂഹിക അവസ്ഥ. സക്സ ഡ്യൂട്ടി പടി ജാനെ പർ, പെട്ടെന്ന് കളവായിത്തീരുന്നു. ക്യാ ജാനെ, ആർക്കറിയാം. സച്ചായി ടൂട്ടെ ഹുയെ പഹിയോം കാ ആശ്രയിലെ, സത്യസന്ധത പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കുമോ എന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളിയായി കേട്ടോ. ഓക്കെ, ഇനി യാസീന് പറഞ്ഞേ. ഹലോ ടീച്ചർ. പറയൂ. മേം രഥ കാ ടൂട്ടാ ഹുവാ പഹിയ ഹെ, ഞാൻ ഒരു പൊട്ടിയ രഥത്തിന്റെ ചക്രമാണ്. ലേക്കിൻ മുझे ഫേങ്കെ മത്, എന്നെ വലിച്ചെറിയരുത്, പക്ഷെ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എന്തറിയാം, എപ്പോഴാണോ. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേം, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ. അക്ഷൗഹിണി സേനാओं को चुनौती देता हुआ, അക്ഷൗഹിണി സേനകളെ വെല്ലുവിളിച്ചുകൊണ്ട്. കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ഗയ, അഭിമന്യു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് അകപ്പെട്ടേക്കാം. അപ്നെ പക്ഷ് കോ ആസ്തവ് ജാനത്തെ ഹുയെ थे, തങ്ങളുടെ പക്ഷം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും. ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരാജാക്കന്മാർ. അക്കേലി നിഹത്തി ആവാസ് കെ, നിരായുധനായി നിൽക്കുന്ന അഭിമന്യുയെ അപ്പിനെ ബ്രഹ്മാസ്ത്രം സെ കൂച്ചൽ തേന ജായ, ചവിട്ടി, തന്റെ ബ്രഹ്മാസ്ത്രങ്ങളാൽ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. തബ് മേം, എപ്പോഴാണ് ഞാൻ, അപ്പോൾ ഞാൻ, രഥക ടൂട്ടാ ഹുവാ പഹിയ, പൊട്ടിയ രഥത്തിന്റെ ചക്രം. ഉസ്കെ ഹാത്തോ മേം, അവന്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രം സെ ലോഹ ലെ സക്ത, ബ്രഹ്മാസ്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നു. മേം രഥക ടൂട്ടാ ഹുവാ പഹിയ ഹെ, ഞാനൊരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत, പക്ഷെ എന്നെ വലിച്ചെറിയരുത്. ഇതിഹാസ് കെ സാമൂഹിക ഗതി, ചരിത്രത്തിലെ ഇതിഹാസവും കാ ഈ സാമൂഹിക ഗതി, ചരിത്രത്തിലെ സമൂഹത്തിലെ അവസ്ഥ. സഹസ ചൂട്ടി പട് ജാനെ പർ, അസത്യമാവുകയാണെങ്കിൽ. ക്യാ ജാനെ, എന്തറിയാം. സച്ചായി ടൂട്ടി ഹുയെ പഹിയ കാ ആശ്രയ് മേലെ, സത്യസന്ധത പൊട്ടിയ ചക്രത്തിന്മേൽ ആശ്രയിക്കുന്നു. വെരി ഗുഡ്, അടിപൊളിയായി കേട്ടോ, ഉഷാറായി. അടുത്ത ആളെ വിഭ. ഹലോ മിസ്സേ. മോളെ പറയേ. മേം, ഞാന് രഥക ടൂട്ടാ ഹുവാ പഹിയ, ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാന, എന്തറിയാം. കബ്, എപ്പോഴാണോ. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ, ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ. അശ്രൗഹി സേനാओं को चुनौती देते हो,
ചതുരംഗ സേനയുടെ വെല്ലുവിളി നൽകിക്കൊണ്ട് കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർജ കോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർജായെ ഏതെങ്കിലും ദുസ്സാഹസിയായിട്ടുള്ള അഭിമന്യു ആക്കപ്പെട്ടാലോ അപ്പനി പക്ഷിക്കോ അസ്ഥി ജാനെ ഹുയി ബി തന്റെ പക്ഷം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും ബഡേ ബഡേ മഹാരഥി വലിയ വലിയ രാജാക്കന്മാര് അഥവാ കൗരവരെ അകേലി നിഹത്യ ആവാസ്കോ ഒറ്റയ്ക്ക് നിരായുധനായി നിൽക്കുന്ന ശബ്ദത്തെ അഥവാ അഭിമന്യുവിനെ അപ്പനി ബ്രഹ്മാസ്ത്രസെ കുജൽ ദേത്താ ചാഹിയെ തന്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുകയാണ്. തബുമേം അപ്പോൾ ഞാൻ രഥക ടൂട്ടാ ഹുവ പഹിയ രഥത്തിന്റെ ചക്രം ഉസ്കെ ഹാത്ത് മേ അവന്റെ കൈകളില് ബ്രഹ്മാസ്ത്രസെ ലോഹാലെ സക്താഹും അവന്റെ കൈകളിൽ നിന്നിട്ട് ബ്രഹ്മാസ്ത്രത്തെ ധീരമായിട്ട് നേരിടുകയാണ്. മേം രഥക ടൂട്ടാ പഹ്യന രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുझे ഫേക്കി മത്ത് എന്നാൽ എന്നെ വലിച്ചെറിയരുത്. വായിക്കുമ്പോ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണേ, ചിഹ്നങ്ങളൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഫെങ്കോ മത്തെന്നാണ് കേട്ടോ. ഇതിഹാസക്ക് സാമൂഹിക ഗതി ചരിത്രത്തിലെ സമൂഹത്തിന്റെ അവസ്ഥ സാഹസി ചൂട്ടി പടേ ജാനെ പർ പെട്ടെന്ന് കളവായി തീരുകയാണെങ്കിൽ ക്യാ ജാന എന്തറിയാം. സച്ചായി ടൂട്ടാ ഹുവ പഹിയാങ്ക ആശ്രയിലെ സത്യസന്ധത എന്നെ പോലുള്ള പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിച്ചാലോ. വെരി ഗുഡ്. അപ്പൊ നല്ല സന്തോഷമായി ഏതായാലും. അപ്പൊ എന്തായാലും സന്തോഷമായി ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതിന് തന്നെ ഭയങ്കര സന്തോഷം. അപ്പൊ ഇപ്പൊ മക്കൾ ഈ പറഞ്ഞിട്ടുള്ള മലയാളം ഉണ്ടല്ലോ, ഇത് മക്കളൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. കാരണം നാളെ ഒരു പക്ഷേ നമുക്ക് ഇന്നൊന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് എവിടെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാല് അതിന്റെ ടീച്ചേഴ്സിന്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ മക്കൾക്ക് അത് സ്വന്തം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഒന്ന് മലയാളം എഴുതി വെച്ചോളാം നോട്ട്ബുക്കിൽ. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ ഇതിന് അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മിസ്സിന് അയച്ചു തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടമല്ലേ, എപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ കിട്ടിയില്ല എന്ന് വരും. അപ്പൊ ഒരിക്കലും നമുക്കൊരാളെ സഹായം ഇല്ലാതെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മലയാളം എഴുതി വെക്കാം. പിന്നെ ഒരു കാര്യം, ആശയാണോ അതോ കറക്റ്റ് ലൈനിന്റെ അർത്ഥമാണോ? എങ്ങനെയാ മോനെ? ആശയാണോ എഴുതേണ്ടത് അതോ വരികൾ അർത്ഥമാണോ എഴുതേണ്ടത്? വരികൾ അർത്ഥം മാത്രം മതി, ആശയം വേണ്ട. ആശയം പിന്നെ വരികൾ അർത്ഥം കിട്ടിയാൽ മക്കൾക്ക് കിട്ടിക്കോളുമല്ലോ. വരികളുടെ അർത്ഥം മാത്രം ലൈൻ ബൈ ഇതേപോലെ ഓരോ ഇത്ര ലൈൻ അതിലുണ്ടാവും മലയാളം എഴുതുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ തന്നെ ഓരോ വരികളും എന്താ പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ. പിന്നെ മിസ് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇതിന്റെ മലയാളം എഴുതാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ മക്കള് എക്സാം എഴുതിയ സമയത്ത് ഇതിന്റെ ഭാഗം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല മിസ്. ഓക്കെ, അപ്പൊ മക്കള് ചെയ്യേണ്ട കാര്യം, ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇത് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൽ വരുന്ന ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ചെയ്യാം. അതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഓക്കെ ഓക്കെ മിസ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുന്നതിന് മുൻപായിട്ട് എന്തായാലും നാളത്തേന്റെ ഉള്ളില് ഞാൻ സാർക്ക് അയച്ചു കൊടുക്കും. സാറ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളൂ കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, നിങ്ങളിപ്പോ എക്സാം ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൂട്ടാ പഹിയന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ, 2-3 ക്വസ്റ്റ്യൻ. ആ വരികൾ വെച്ചിട്ട് ആ വരികളിലുള്ളത് അത് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഈ പാഠത്തിൽ ക്വസ്റ്റ്യൻ വരുന്നത് ചെയ്യല്ലേ? അതാണ്, അതാ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അത് ചെയ്യാം. അത് ചെയ്യുന്നതിന് മുൻപായിട്ട് മിസ് ഇപ്പോ അത് അയച്ചു തരുന്നുണ്ടെങ്കിൽ, അതായത് സാറിനോട് ആ PDF അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ അത് നോക്കി എഴുതരുത്, സ്വന്തം ചെയ്തു നോക്കാം. മിസ് ഈ പറഞ്ഞത് കേട്ടിട്ടുള്ളത് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. എന്നിട്ട് അതിലൊന്ന് ആൻസർ നോക്കുക, ഞാൻ എഴുതിയത് ശരിയാണോ, ഇങ്ങനെയാണോ എഴുതേണ്ടതെന്ന് നോക്കി നോക്കാം. ഓക്കെ ഓക്കെ മിസ്സേ. ഓക്കെ ടീച്ചർ. ഇപ്പൊ നമ്മൾ എഴുതാം.
ഓക്കേടാ. ഈ കവിത എഴുതിയ സമയത്ത്, കവിതേന്റെ അർത്ഥം എഴുതിയ സമയത്ത് നമ്മളിങ്ങനെ സമാനാർത്ഥി ശബ്ദങ്ങളൊക്കെ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? എഴുതിയിട്ടുണ്ട്. അസത്യത്തിന് നമ്മൾ എന്തായിരുന്നു വേറൊരു വാക്ക് എഴുതിയത്? അസത്യം ജോട്ട്. ഓക്കെ. ചുനൗത്തി, ഈ ചുനൗത്തി എന്നുള്ള വാക്കിന് നമ്മൾ വേറെ എഴുതിയിരുന്നോ? വെല്ലുവിളിക്ക് വേറെ എഴുതിയിരുന്നോ? ഇല്ല ടീച്ചർ. ഇതിന് എഴുതിക്കോളൂ. ചുനൗത്തിക്കുള്ള വേറെ വാക്കാണ് ലൽക്കാർ. എഴുതി വെക്കുക കേട്ടോ, ലൽക്കാർ. എഴുതിയോ? എഴുതി ടീച്ചർ. അടുത്തത് നമ്മൾ ഇവിടെ പറയുന്നു നിഹത്തി എന്ന് പറഞ്ഞു. നിഹത്തി എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഏതെങ്കിലും പറഞ്ഞോ? ഇല്ല. എഴുതിക്കോളൂ. നിരായുധാണ് കേട്ടോ നിഹത്തി. പിന്നെ താഴെ മിസ് എഴുതുന്നുണ്ടാവും, നോക്കി എഴുതാം. കുജൽ ദേന. കുജൽ ദേന എന്ന് പറഞ്ഞാൽ സർവനാശ് കർണ. കുജൽ ദേന എന്ന് പറഞ്ഞാൽ സർവനാശ് കർണ. കഴിഞ്ഞോ? കഴിഞ്ഞു ടീച്ചർ. കഴിഞ്ഞു മിസ്സേ. ഓക്കെ ഓക്കെ. അടുത്തത് ലോഹാലേന നമ്മൾ എഴുതിയതല്ലേ? ലോഹാലേന. ഓക്കെ ഓക്കെ, അതെ. സഹസ എഴുതിയിരുന്നോ? സഹസ അച്ചാനക്ക് ഇവിടെ ആശ്രയ് എഴുതിയിരുന്നോ? ആശ്രയ് ഇല്ല ടീച്ചർ. ഇല്ല. സഹാര. സഹാരയാണ് ആശ്രയ് കേട്ടോ. വേറെ വാക്ക് കേൾക്കണില്ല ടീച്ചറെ. അത് കേൾക്കണ്ട, ഞാനൊന്നും പറയുന്നില്ല. മക്കൾ അത് എഴുതിയാൽ മതി. ആശ്രയ് എന്ന് പറയുന്നതിന്റെ വേറെ വാക്കാണ് സഹാര. ഇനി 5 മിനിറ്റ് സമയം കൂടിയുണ്ട്. ഈ പാഠത്തിന് ബേസ് ചെയ്ത് മക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ ഇന്ന് ഈ ഫസ്റ്റ് യൂണിറ്റ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് യൂണിറ്റ് ആവും. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചറ, ഓ, ഈ അക്ഷൗഹിണി സേന അതിന്റെ അർത്ഥം എന്താ? അക്ഷൗഹിണി സേന എന്ന് പറഞ്ഞാല് നമ്മള് യുദ്ധത്തിന് പിന്നെ നിർത്തുന്ന സൈന്യങ്ങളില്ലേ, ആ സൈന്യത്തിന് പറയുന്ന പേരാണ് ചതുരംഗ സേന. നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്നു കേട്ടോ. അതായത് ഒരു പ്രത്യേക എണ്ണപ്രകാരമാണ് അവരെ നിർത്തുക. മനസ്സിലായോ? ആനപ്പുറത്ത് ഇത്ര ആൾക്കാര്, കുതിരപ്പുറത്ത് ഇത്ര ആൾക്കാര്, രഥത്തിൽ ഇത്ര ആൾക്കാര്, നടന്നു പോകാൻ ഇത്ര ആൾക്കാര്,
കുന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത്ര ആൾക്കാർ, അങ്ങനെ ഒരു പ്രത്യേക എണ്ണ പ്രകാരമാണ് നമ്മൾ ആ സൈന്യത്തിന് നിർത്തുക. അതിന് 18 രീതിയിലാണ് അവരെ നിർത്തുക. ആ 18 രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് അക്ഷൗഹിണി എന്ന് പേര് വരാൻ കാരണം. കേട്ടോ? നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് ചതുരംഗ സേന എന്ന് പറയും. പിന്നെ ടീച്ചറെ ടീച്ചറെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ആയുധമാണ്. നമ്മൾ അമ്പും വില്ലും പറയുന്നില്ലേ? അങ്ങനെയുള്ള അമ്പില്ലേ, ഒരാളെ മേലെ പോയി തറയ്ക്കുന്ന സാധനല്ലേ, അതിന് പറയുന്ന അതിന്റെ ഒരു സാധനമാണ്. അതായത് ഒരു സ്പെഷ്യൽ ആണ് അത്. നമ്മൾ സാധാരണ അമ്പും വില്ലും അല്ല, വളരെ കഴിവുകളുള്ള, അതായത് ഒന്നിനെ കൊണ്ട് തന്നെ കുറെ എണ്ണത്തിനെ നശിപ്പിക്കാൻ സാധിക്കും. നമ്മളെ അമ്പ് എന്ന് പറയുന്ന ഒന്ന് വിട്ടാൽ ഒരാളെ മേലല്ലേ കൊള്ളുള്ളൂ. ബാഹുബലിയിലൊക്കെ ഉള്ളതുപോലെ ഒന്ന് തൊടുമ്പോഴേ കുറെ എണ്ണായിട്ട് പോണത് കാണാറില്ലേ നിങ്ങള്? ഭയങ്കര നല്ല വീര്യം കൂടിയിട്ടുള്ള അസ്ത്രമാണ് കേട്ടോ. അതായത് നമ്മളെ അമ്പ് എന്ന് പറയും. രാജാക്കന്മാരൊക്കെ അത് പ്രത്യേകതയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് അസ്ത്രം എന്നാണ് പറയുക. അതുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രം എന്ന് കേട്ടോ. ഒരു സ്പെഷ്യൽ ആണ്. ആ അമ്പിന്റെ പേരാണ് ബ്രഹ്മാസ്ത്രം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ കുറെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ടീച്ചർ പഹിയ ചക്രല്ലേ? പഹിയ എന്ന് പറഞ്ഞാലാണോ മോള് ചോദിച്ചത്? ചക്രല്ലേ ടീച്ചറെ? ആ ചക്രം, പഹിയ ചക്രം. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ചക്രം തന്നെ എഴുതാട്ടോ. ചക്രം തന്നെ എഴുതാം. അഥവാ എന്തെങ്കിലും കൺഫ്യൂഷനിൽ, അതുകൊണ്ടാണ് മിസ് പറയല് നമ്മൾ ചില പാഠത്തില് എന്ത് ചെയ്യാം, വാക്ക് തന്നെ പഠിച്ചു വെക്കാം. ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രം എന്ന് ഓർത്താ മനസ്സിൽ മാത്രം വെക്കാം. ഉപയോഗിക്കുന്നിടത്തിലൊക്കെ എന്ത് ചെയ്യാം, ടൂട്ടാ പഹിയ എന്ന് തന്നെ മലയാളത്തിലായാലും നമ്മൾ പറയാം. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും ആ വാക്ക് നമ്മളോട് മറന്നുപോകും. അപ്പൊ മിസ് പറഞ്ഞതുപോലെ ഇപ്പൊ ഹോംവർക്ക് ചെയ്യുക, മറന്നു പോകരുത്. നല്ല സത്യസന്ധമായിട്ട് ചെയ്യുക, എവിടെ നോക്കി എഴുതാതിരിക്കുക കേട്ടോ. നല്ല മക്കളായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് നിർത്തിയാലോ? താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. ടീച്ചർ